ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഭക്ഷ്യ നിയമങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ നിയമങ്ങൾ. ഭക്ഷണം എന്നാൽ ആഹാരം, ഏത് രോഗത്തിൻ്റെയും ഉറവിടം ആമാശയമെന്ന് ആയുർവേദാചാര്യന്മാർ എത്രയോ കാലം മുന്നേ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആമാശയത്തിൽ ചെല്ലുന്ന നാം കഴിക്കുന്ന ആഹാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ രോഗങ്ങളും. അപ്പോൾ എന്താണ് ആഹാരം, എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത് എന്നതിൻ്റെയൊക്കെ ഒരു വ്യക്തതയില്ലായ്മയാണ് ഇന്ന് നാം കണ്ടുവരുന്ന ഓരോ രോഗങ്ങളും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയാലോ ഭക്ഷണ നിയമങ്ങളെപ്പറ്റി. വിശപ്പില്ലാതെ ഭക്ഷിക്കാതിരിക്കുക, കൃത്യസമയത്ത് ഭക്ഷിക്കുക. കൃത്യസമയം എന്നത് വിശപ്പ് അനുഭവപ്പെടുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് കഴിക്കുവാനുള്ള സമയം എന്ന് പറഞ്ഞ് അത്രയും വൈകുവാനും പാടില്ല. വിശക്കാതെ ഭക്ഷിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. വിശപ്പ് അനുഭവപ്പെടാതെ ഭക്ഷിച്ചാൽ ആഹാര പദാർത്ഥങ്ങൾ രുചി കുറയുകയും ദഹനത്തിന് തടസ്സം വരികയും ചെയ്യും. ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും അത് കഴിക്കുവാനുള്ള സമയം കൂട്ടുകയും ചെയ്യുക. ചവച്ചരയ്ക്കാതെ യാതൊന്നും വയറ്റിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. വായിൽ കുറച്ചു നേരം വെച്ചിരുന്ന് ഉമിനീരുമായി കലർന്ന് സ്വാദ് ആസ്വദിച്ചതിന് ശേഷമേ ഇറക്കാവൂ. വളരെ സാവധാനം ഭക്ഷിക്കുക. അമിത ഭക്ഷണം കുറയ്ക്കുക. മൗനമായി ഇരുന്ന് ഭക്ഷിക്കുക. മനസ്സിനോ ശരീരത്തിനോ എന്തെങ്കിലും വിഷമതകൾ ഉള്ളപ്പോൾ ഭക്ഷിക്കാതിരിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിന് ഇഷ്ടക്കുറവ് കാണിക്കാതിരിക്കുക. ആഹാരത്തിന് തൊട്ടു മുമ്പോ ഇടയ്ക്കോ ഒടുവിലോ വെള്ളം കഴിവതും കുടിക്കാതിരിക്കുക. ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷമോ വെള്ളം കുടിക്കുക. ഉപ്പ്, എരിവ്, പുളി, വറുത്ത സാധനങ്ങൾ പരമാവധി കുറയ്ക്കുക. ആഴ്ചയിൽ 1 ദിവസം ഉപവസിക്കുക, ഫാസ്റ്റിംഗ് ചെയ്യുക. ആ സമയത്തും അനവസരങ്ങളിലും ഭക്ഷിക്കാതിരിക്കുക. ശരീരത്തിൻ്റെ ചൂടിൽ വളരെ കവിഞ്ഞ ചൂടോട് കൂടിയ യാതൊന്നും കുടിക്കാനോ കഴിക്കാനോ പാടുള്ളതല്ല. നല്ല ആഹാരത്തിൽ നിന്നേ നല്ല ശരീരവും നല്ല മനസ്സും ജീവിതവും ഉണ്ടാവുകയുള്ളൂ. ഒരളവ് വരെ ഭക്ഷിക്കുക. ഇരട്ടി വെള്ളം കുടിക്കുക. 3 ഇരട്ടി ജോലി ചെയ്യുക. 4 ഇരട്ടി ചിരിക്കുക. ഉറക്കം മൃത്യുവാണെന്ന് അനുഭവപ്പെടുത്തുക. ജീവിതം തുടിച്ചു നിൽക്കുന്ന ഈ വാക്കുകൾ വിനോബ ഭാവയുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.